33 വിദ്യാർത്ഥികളെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ. ഇത് സംബന്ധിച്ച ഉത്തരവ് ഡീൻ പുറത്തുവിട്ടു. 7 പ്രവൃത്തി ദിനങ്ങളിലേക്കാണ് സസ്പെൻഷൻ. 33 വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി VC ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ. കോളേജിൽ നിന്ന് റാഗിങ്ങിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്കൂട്ടർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കോട്ടയം നീറുകാട് കല്ലമ്പള്ളി ബിനോയിയുടെ ഭാര്യ പ്രിയ ബിനോയിയാണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെ കോട്ടയം നാഗമ്പടം പാലത്തിലാണ് അപകടം നടന്നത്. ഭർത്താവിന് പിറന്നാൾ സമ്മാനം വാങ്ങാൻ പോകുന്ന വഴിയാണ് ബിനോയിയും പ്രിയ ബിനോയിയും അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും പ്രിയയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തീവണ്ടിയുടെ ഷട്ടർ വീണ് വീട്ടമ്മയുടെ കൈവിരലുകൾ അറ്റു. പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന തൂത്തുക്കുടി സ്വദേശിനി വേലമ്മയുടെ കൈകളിലേക്കാണ് വിൻഡോ ഷട്ടർ വീണത്. തൃപ്പൂണിത്തറയിൽ വെച്ചാണ് ഷട്ടർ വീണത്. കോട്ടയത്തെത്തിയ ഇവരെ റെയിൽവേ പോലീസ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോയിലാണ് വേലമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. ചെങ്ങന്നൂരിലെത്തിയ പാലരുവി എക്സ്പ്രസിൽ നിന്നും അറ്റവിരലുകൾ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് വീണ്ടെടുത്തു. ഇവ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് പോലീസുകാരെത്തിച്ചു. ഹോളി ആഘോഷങ്ങൾക്കിടെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് 6 പേർക്ക് പരിക്ക്. ഈസ്റ്റ് ഡൽഹിയിലെ ഗണേഷ് നഗറിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഒരു വീടിന്റെ മുകളിൽ നടന്ന ആഘോഷമാണ് വലിയ അപകടത്തിൽ കലാശിച്ചത്. വീടിന്റെ പരിസരത്തു കൂടി കടന്നു പോവുകയായിരുന്ന ഹൈടെൻഷൻ ലൈനിൽ ആഘോഷങ്ങൾക്കിടെ ഇവർ സ്പർശിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് വ്യക്തമല്ല. പരിക്കേറ്റവരിൽ 3 പേർ സ്ത്രീകളാണ്. ഇവരുടെ നില ഗുരുതരമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉച്ചയ്ക്ക് 12 മണിയോടെ ഡൽഹിയിലെ മാന്താവലി പോലീസ് സ്റ്റേഷനിലാണ് അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചത്. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് കെ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ LDF, UDF സ്ഥാനാർത്ഥികളുടെ ഉറക്കം നഷ്ടപ്പെട്ടുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുത്ത പാർട്ടി BJP ആണ്. KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. LDF സ്ഥാനാർത്ഥി AM ആരിഫ് ശബരിമലയിലേക്ക് യുവതികളെ കയറ്റിവിടാൻ നേതൃത്വം നൽകിയ ആളാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. BJP 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തിരുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച രാഹുൽ ഗാന്ധിയെ നേരിടുന്നത് മണ്ണിൽ ചവിട്ടി വളർന്ന നേതാവായ കെ സുരേന്ദ്രനാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു.